ആക്ച്വലി ഇത് കണ്ടു കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ പടം എം. പത്മകുമാറിന്റെ പടമാണ് എന്ന് ഞാൻ അറിയുന്നത് തന്നെ. ഈ എം. പത്മകുമാർ എന്ന് വെച്ചാൽ ജോസഫ് എന്ന് പറയുന്ന സിനിമയൊക്കെ ഡയറക്റ്റ് ചെയ്ത ആള്. അതുപോലെ തന്നെ വാസ്തവം, അതുപോലെ ഒരുപാട് നല്ല സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട് ആള്. ഫ്ലോപ്പും ചെയ്തിട്ടുണ്ട്. മാമാങ്കം പോലുള്ള ഫ്ലോപ്പുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതല്ല ഞാൻ പറയുന്നത്. പുള്ളി നല്ല സിനിമകൾ ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ മൂവികൾക്ക് ഒരു പേസ് ഉണ്ട്. ഒരു നല്ല പേസ് ഉണ്ട്. അത് ഈ സിനിമയ്ക്കും ഉണ്ട് കേട്ടോ. പിന്നെ മെയിനായിട്ട് പറയുകയാണെങ്കിൽ പുള്ളി ക്യാരക്ടർ ഡ്രിവൺ ആയിട്ട് ഡയറക്റ്റ് ചെയ്യും. അതായത് ക്യാരക്ടറിനെ മെയിൻ ഫോക്കസ് ചെയ്ത് ക്യാരക്ടറിൻ്റെ ഡെവലപ്മെൻറ്റ്, ഒരു ക്യാരക്ടർ ഫോക്കസ്ഡ് ആയിരിക്കും ആളുടെ കഥകളെല്ലാം, ആളുടെ സിനിമകളെല്ലാം. നല്ല രീതിയിൽ ക്യാരക്ടറിന് അവിടെ ഒരു ബലം കൊടുക്കും. അല്ലാതെ എന്താ പറയുക, ചുമ്മാ ഒരു കഥ കാണിക്കുകയല്ല ആൾ ചെയ്യുന്നത്. നല്ല രീതിയിൽ ആ ഒരു പേസ് ഉണ്ടാവും. പിന്നെ ബൈജു എന്ന് പറയുന്ന ക്യാരക്ടർ ഞാൻ കണ്ടപ്പോൾ വിചാരിച്ചു സ്ഥിരം മറ്റേ തിരുവനന്തപുരം മറ്റേ ഊക്കുന്ന പരിപാടിയൊക്കെ ആയിരിക്കും ഇതിനകത്ത് കാണിക്കുന്നതെന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെയൊന്നുമല്ല. പുള്ളിക്കൊക്കെ നല്ല ക്യാരക്ടർ കേട്ടോ. ഞാൻ കുറേ നാളുകൾക്ക് ശേഷം ബൈജു എന്ന് പറയുന്ന ഒരു ആക്ടറിനെ കൊണ്ട് നല്ലൊരു ക്യാരക്ടർ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഭയങ്കര സംഭവം എന്നല്ല, നല്ല ഡീസൻ്റ് ആയിട്ട് ആൾ ചെയ്തു. നല്ല രീതിയിൽ ചെയ്തു. നല്ല രീതിയിൽ ആൾ ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. ആളുടെ ഒരു സ്റ്റീരിയോ ടിപ്പിക്കലായിട്ടുള്ള സാധനത്തിൽ നിന്ന് മാറിയതുപോലെ എനിക്ക് തോന്നി. പിന്നെ പറയാനാണെങ്കിൽ ഇതിനകത്ത് എല്ലാ ക്യാരക്ടറും എല്ലാവരും അടിപൊളിയാണ്. നല്ല രീതിയിൽ ക്യാരക്ടർ എല്ലാവരും നല്ലപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വില്ലനായാലും ആളുടെ ക്യാരക്ടർ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമ ഞാൻ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ആക്ച്വലി എനിക്ക് മനസ്സിലായത് പത്മകുമാറിൻ്റെ പടമാണ്. പുള്ളിയുടെ ആ ഒരു ശൈലിക്ക് നല്ല രീതിക്ക്, ആ ഒരു ശൈലി ഇതിന് നല്ല രീതിക്ക് എന്താ പറയുക, ഊന്നൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് പറയാനാണെങ്കിൽ നമ്മുടെ സിനിമയിലെ ലാസ്റ്റ് പോർഷനിലൊക്കെ എത്തുമ്പോൾ ഇമോഷണൽ സീൻ അത് നല്ല രീതിയിൽ കണക്റ്റ് ആയി കേട്ടോ. ഇമോഷണൽ സീനൊക്കെ നല്ല രീതിയിൽ കണക്റ്റ് ആയി. ഈ പടം തിയേറ്ററിൽ പോയി കാണണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് അപ് ടു യു. നല്ലൊരു പടമാണ്. തിയേറ്ററിൽ പോയി കണ്ടുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ തിയേറ്ററിൽ പോയിരുന്ന കൈയടിക്കാനൊന്നും പോകുന്നില്ല. തിയേറ്ററിൽ പോയി കിടന്ന് കൂവി വിളിക്കാനും അയ്യോ എന്ന് പറഞ്ഞ് കിടിലൻ സാധനം എന്നും പറഞ്ഞുള്ള സാധനമൊന്നും പ്രതീക്ഷിച്ച് പോരുത്. ഒരു തിയേറ്റർ വാച്ച് തന്നെയാണ്. ബട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ടൈപ്പിലുള്ള തിയേറ്റർ വാച്ചല്ല, തിയേറ്റർ വാച്ചാണ്. നല്ലൊരു പടം. പിന്നെ ഈ പടത്തിനകത്ത് മെയിനായിട്ട് പറയാനാണെങ്കിൽ ഇതൊരു റിയൽ ലൈഫ് സ്റ്റോറിയാണ്. അത് ഞാൻ ലാസ്റ്റാണ് അറിഞ്ഞത്. ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ടാണ് അറിയുന്നത് ഇതൊരു റിയൽ ലൈഫ് സ്റ്റോറി ആയിരുന്നു. ആ റിയൽ ലൈഫ് സ്റ്റോറിയെ ഇൻസ്പയർ ചെയ്തിട്ട് എടുത്ത പടമാണെന്നാണ് ഞാൻ ഇതിനകത്ത് ലാസ്റ്റ് എനിക്ക് മനസ്സിലായത്. അതിനോട് നീതി പുലർത്തിയിട്ട് അവർ ചെയ്തിട്ടുണ്ട്, ഈ സിനിമ ചെയ്തിട്ടുണ്ട്. പിന്നെ പലയിടത്തും എനിക്ക് വലിച്ചു നീട്ടുന്നതായിട്ട് തോന്നി. ചുമ്മാ ആവശ്യമില്ലാത്ത വലിച്ചു നീട്ടലുണ്ട്. എന്തിന് ഇത്രയും വലിച്ചു നീട്ടുന്നതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. പിന്നെ അതിനകത്തൊരു ഒരു സീന്, ഒരു ഡാൻസ്, ഒരു പാട്ടുണ്ട്, ഒരു ഇടയ്ക്കൊരു പാട്ടുണ്ട്, ഒരു ഡാൻസ് സീനൊക്കെ ഉണ്ട്. ഐറ്റം ഡാൻസ് പോലത്തെ ഒരു ഐറ്റം ഉണ്ട്. എന്തിനീ ഐറ്റം ഡാൻസ് കൊടുത്തിരിക്കുന്നത്? ഇത് അങ്ങനെ ഒരു പടം അല്ലല്ലോ. എന്തിനു പിന്നെ ഇവിടെ ഐറ്റം ഡാൻസ് കുത്തിക്കയറ്റിയേ? പിന്നെ കിച്ചാ സുദീപാ, പുള്ളിയുടെ ഫോട്ടോ ഒക്കെ കാണിച്ചിട്ടാണ് ട്രെയിലറിൽ ഇച്ചിരി പ്രൊമോഷനൊക്കെ ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ അറിഞ്ഞു, മനസ്സിലായി. ഞാൻ ട്രെയിലർ കണ്ടില്ല, പക്ഷെ കണ്ടവരൊക്കെ പറഞ്ഞു കിച്ചാ സുദീപയുടെ ഇതൊക്കെ പേരിനകത്ത് ഞാൻ ഈ സിനിമയുടെ പറ്റി നോക്കിയപ്പോൾ അതിനകത്ത് അവിടെ ഇവിടെ കിച്ചാ സുദീപ് ഉണ്ട് എന്നുള്ള തരത്തിലൊക്കെയുള്ള റൂമറുകളൊക്കെ ഞാൻ കണ്ടു. അപ്പം അങ്ങനെ കുറേ മാർക്കറ്റിംഗ് നടത്തി. പക്ഷെ പുള്ളിയില്ല, പുള്ളിയുടെ ചെറിയൊരു ഫോട്ടോ ഒക്കെ ഉള്ളൂ. അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ചിലപ്പോൾ മാർക്കറ്റ് ചെയ്യാനായിരിക്കും, ആദ്യം പറഞ്ഞ പോലെ മാർക്കറ്റ് ചെയ്ത് ആ ഒരു പുള്ളിയുടെ ഒരു ഫാക്ടർ വെച്ചിട്ട് ഇതിനകത്ത് കുറേ എന്തെങ്കിലും ചെയ്യാനായിരിക്കാം. എനിവേ അത് വേണ്ടായിരുന്നു. അതിൻ്റെ ആവശ്യമില്ല. അതില്ലെങ്കിൽ തന്നെ നല്ലതാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുറച്ചുള്ള ചില സീനുകളൊക്കെ എടുത്ത് മാറ്റി നല്ല വൃത്തിക്ക് കുറച്ചും കൂടെ ഒന്ന് ട്രിം ചെയ്തിരുന്നെങ്കിൽ പടം കുറച്ചും കൂടെ എൻഗേജിങ് ആവുമായിരുന്നു എനിക്ക് തോന്നുന്നു. ബട്ട് എന്നിരുന്നാലും കൊള്ളാം. ആ പാട്ടൊക്കെ എടുത്ത് കളയാം. പാട്ടിൻ്റെ ഒന്നും ആവശ്യമില്ല. പാട്ടിന് അവിടെ ഒരു ഇമ്പോർട്ടൻസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. തോന്നിയിട്ടോ, ഈ സിനിമ കണ്ടവർ ഈ പാട്ടിനൊക്കെ എന്തെങ്കിലും ഇമ്പോർട്ടൻസ് തോന്നുന്നെന്ന് തോന്നിയവർ ഉണ്ടെങ്കിൽ എനിക്ക് കമൻ്റ് ഇടുക. പടം ഓവറോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട് ഓഫ് ഒരു 5 ഞാനൊരു 3 പോയിന്റ് സംതിങ് കൊടുക്കും. വാച്ചബിൾ ആണ്, കാണാം, തിയേറ്ററിൽ പോയി തന്നെ കാണണം. വലിയ ആരവവും അരങ്ങേറ്റമൊന്നും ഇല്ലാത്ത പടമാണ്. നല്ല രസമുള്ളൊരു പടമാണ്. കൊള്ളാം, കണ്ടിരിക്കാം. നമ്മൾ ആദ്യം മുതൽ അവസാനം വരെ എൻഗേജ്ഡ് ആയിരിക്കും. പിന്നെ റോഷൻ കൊള്ളാം കേട്ടോ. റോഷൻ നല്ല രീതിയിൽ അഭിനയിക്കുന്നുണ്ട്. റോഷൻ്റെ അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി ബോറടിപ്പിക്കുന്ന അഭിനയം അങ്ങനെയൊന്നുമല്ല. പക്ഷെ പുള്ളി ഇതേപോലത്തെ ക്യാരക്ടർ നേരത്തെ എവിടെയോ ചെയ്ത പോലെ, അതായത് പുള്ളി ഒരു പോലീസായിട്ട് അഭിനയിക്കുന്ന ഇത് ഞാൻ മുൻപ് നമ്മുടെ ഹോട്ട്സ്റ്റാറിലോ ആമസോണിലോ എവിടെയോ ഞാൻ കണ്ടായിരുന്നു. ആ പടത്തിൻ്റെ പേര്, അത് നല്ലൊരു പടമായിരുന്നു. റോന്ത്. അതിലെ ക്യാരക്ടറുമായിട്ട് എനിക്ക് ഭയങ്കര സിമിലാരിറ്റി തോന്നി. ഈ ക്യാരക്ടറിന്, റോന്തിലുള്ള ക്യാരക്ടറുമായിട്ട് ഭയങ്കര സിമിലാരിറ്റി തോന്നി. അത് കുറച്ചൊന്ന് മാറ്റി പിടിക്കാമെന്ന് തോന്നുന്നു. കാര്യം മേ ബി റോന്തിൽ ഉള്ള പോലെ തന്നെ ഒരു ട്രോമയൊക്കെ ഉള്ള ഒരു ക്യാരക്ടറാണിത്. മേ ബി അതുകൊണ്ടായിരിക്കാം കൊടുത്തിരിക്കുന്നത് അങ്ങനെ. ആൾ ശൈലി പിടിച്ചിരിക്കുന്നത് അതുകൊണ്ടായിരിക്കാം. ബട്ട് എന്നിരുന്നാലും മാറ്റായിരുന്നു. എപ്പോഴും നമ്മൾ ആവർത്തന വിരസത ഉണ്ടാവുമല്ലോ അങ്ങനെ ഒരു സാധനം കാണുമ്പോൾ. അങ്ങനെ ഒരു സംഭവം എനിക്ക് തോന്നി. പുള്ളി അങ്ങനെയല്ല, പുള്ളിക്ക് നല്ല അഭിനയിക്കാനുള്ള കാലിബറൊക്കെ ഉണ്ട്, പുള്ളി നല്ലപോലെ അഭിനയിക്കുകയും ചെയ്യും. പക്ഷെ ഇതിലത് വേണ്ടി വന്നില്ല എന്ന് തോന്നി കാണാം.
ബട്ട് എന്നിരുന്നാലും കൊള്ളാം. പുള്ളിയാണ് ഇതിനകത്ത് മെയിൻ പ്രൊട്ടാഗണിസ്റ്റ്. പുള്ളിയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഈ കഥ മുഴുവൻ പോകുന്നത് കേട്ടോ. പുള്ളി കൊള്ളാം, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. മോശമൊന്നും പറയാനില്ല. പുള്ളി ഇതിനപ്പുറം അടിപൊളിയായിട്ട് ചെയ്യും ഇനി ഫ്യൂച്ചറിൽ, എനിക്കറിയാം. എനിക്ക് പുള്ളിയുടെ അഭിനയവും പുള്ളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിയെ എനിക്ക് മൊത്തത്തിൽ ആളുടെ ഒരു മാനറിസവും പുള്ളി എനിക്ക് സ്ക്രീനിൽ കാണാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ പടം കൊള്ളാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി കാണാം. ഞാൻ വലുതായിട്ട് അങ്ങനെ തിയേറ്റർ വാച്ച് ആണോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള സിനിമകളിൽ ഇപ്പോൾ ഏതാ ഉള്ളത്? ഇപ്പോൾ അനന്തങ്കാടുണ്ട്, പിന്നെ പഴയ വീക്കിൽ ഇറങ്ങിയ കുറച്ച് പടങ്ങളുണ്ട്. അനന്തങ്കാടിനേക്കാളും കൊള്ളാം കേട്ടോ. അനന്തങ്കാട് ഇതുപോലല്ല. അനന്തങ്കാട് എനിക്ക് അത്ര വർക്കായില്ല. ബട്ട് അതിനെ വെച്ച് നോക്കുകയാണെങ്കിൽ അതിനേക്കാളും ഒരുപടി മുന്നിൽ ഞാൻ ഇതിന് മാർക്ക് കൊടുക്കും. കൊള്ളാം, നല്ലൊരു പടം. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.